ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കൊറിയർ അയക്കാനാണ്. നമ്മുടെ കമ്പനിയിലത്തേക്ക് നമ്മുടെ ലോഡിൻ്റെ ബില്ലൊക്കെ ഇല്ലേ, DHLൻ്റെ പാക്കറ്റുണ്ട്. നമ്മളതിൻ്റെ അകത്ത് വെച്ച് ക്ലോസ് ചെയ്ത് സെക്യൂറായിട്ട് DHLൻ്റെ ബോക്സിലേക്ക് പോകുന്നതാണ്. അതായത് നമ്മൾ നല്ല പോസ്റ്റ് ഓഫീസിൻ്റെ നമ്മൾ ഇപ്പോൾ അതൊക്കെ നിർത്തലാക്കി പോസ്റ്റ് ബോക്സ് ഇല്ലേ, അതുപോലെ ഇവിടെ ഒരു സെറ്റപ്പുണ്ട്. കൊറിയറൊക്കെ അയക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോവാം. ഒരു 600 മീറ്റർ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള ലൊക്കേഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നടന്ന് ആ ബോക്സ് ഒന്ന് കണ്ടുപിടിച്ച് ബോക്സിലിട്ട് കമ്പനിയിലേക്ക് സെൻഡ് ചെയ്യണം. സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ കൊറിയർ ബോക്സ്. കണ്ടോ, ഇതാണ്. ഇവിടെ ഒരുപാട് സൈസിലുള്ള ബോക്സുകളുണ്ടാവും. 10 സെൻറ്റിമീറ്റർ, LX, XL, സ്മോള്, അങ്ങനെ ഒരുപാട് ബോക്സുകളുണ്ടാകും. നമുക്ക് സ്മോളിലാണ് അയക്കേണ്ടത്. ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് പിക്കപ്പ്, ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു സ്കാനർ ബ്ലിങ്ക് ആവും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സ്കാൻ ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ സൈസ് സ്മാൾ എസ് കൊടുക്കുമ്പോൾ ഇവിടെ ബോക്സ് ഓപ്പൺ ആവും. ബോക്സ് ഓൺ ആവുന്നു. നമ്മുടെ കൊറിയർ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് ഷിപ്മെൻറ്റ് കൊടുക്കുന്നു, നോ കൊടുക്കുന്നു. നമ്മൾ ഇമെയിൽ റെസിപ്റ്റ് കൊടുക്കുന്നു. നമ്മുടെ റെസിപ്റ്റ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. കാരണം നമ്മളിങ്ങനെ അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേസ് പോളണ്ടാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരു 10, 11, 12 നമ്മുടെ ബില്ലാകുമ്പോഴത്തേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഇവരിതുപോലെ DHLൻ്റെ കൊറിയറിനുള്ള പേപ്പേഴ്സ് തന്നിട്ടുണ്ടാവും നമുക്ക്. അത് കൊറിയർ ബോക്സ് പോലത്തെ ഒരു സെറ്റപ്പാണത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഇട്ട് സെക്യൂറാക്കി കൊണ്ടുവന്ന് അയക്കുക, പരിപാടി കഴിയുക. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നമ്മളെ വണ്ടിയുടെ അടുത്തോട്ട് പോകും. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് സിസ്റ്റം. അപ്പോൾ വീണ്ടും കാണാം.